നമസ്കാരം. ഒരു പാട്ട് അറിയാതെ മനസ്സിൽ ഓർമ്മ വരുന്നു. വട്ടായിപ്പോയി വട്ടായിപ്പോയി. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി രാജിവെക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാളിഘട്ടിൽ തന്റെ വസതിയിൽ ചേർന്ന പത്രസമ്മേളനത്തിലാണ് മമതയുടെ പ്രഖ്യാപനം. തോറ്റ മുഖ്യമന്ത്രി ആ മന്ത്രിസഭ രാജി സമർപ്പിക്കാതിരിക്കുക എന്ന അപൂർവ രീതിയിലേക്ക് പശ്ചിമ ബംഗാൾ മാറുകയാണ്. താൻ തോറ്റിട്ടില്ല എന്നും തന്നെ തോൽപ്പിക്കുകയായിരുന്നു എന്നും മമതാ ബാനർജിയുടെ ആക്ഷേപം. എപ്പോഴാണ് രാജിക്കത്ത് നൽകാൻ പോകുന്നത് എന്നുള്ള പത്രലേഖകരുടെ ചോദ്യത്തോടാണ് മമതാ ബാനർജി പ്രതികരിച്ചത്. എന്തിനു ഞങ്ങൾ രാജി നൽകാൻ പോകണം? ഞങ്ങളെ നിർബന്ധിതമായി തോൽപ്പിച്ചതല്ലേ, ഞങ്ങൾ തോറ്റിട്ടില്ല. ഞങ്ങൾ മത്സരിച്ചത് BJP-യോടല്ല, ഇലക്ഷൻ കമ്മീഷനോടായിരുന്നു എന്നിങ്ങനെയായിരുന്നു മമതയുടെ വാദം. 100ഓളം സീറ്റുകളിൽ വിധിയെ അട്ടിമറിക്കുകയായിരുന്നു എന്നും ഞങ്ങൾ തോറ്റിട്ടില്ല, ഇത് ചരിത്രത്തിലെ കറുത്ത ഏടാണ് എന്നുമായിരുന്നു മമതാ ബാനർജിയുടെ പ്രതികരണം. എന്നാൽ മമതാ ബാനർജി രാജി സമർപ്പിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചുക്ക് സംഭവിക്കില്ല. കാരണം 9-ാം തീയതി രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അന്ന് ആ ബംഗള വികാരത്തോടുകൂടി BJP അധികാരത്തിലേറുകയാണ്. സ്വാഭാവികമായും സർക്കാർ പുറത്താവും. എന്നാൽ സർക്കാർ രാജിവെക്കുക എന്നുള്ളത് സാമാന്യ നീതിയാണ്, സാമാന്യ രീതിയാണ്, രാഷ്ട്രീയത്തിന്റെ ശരിയായ വഴിയാണ്, സത്യസന്ധതയാണ്. അത് നടക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മമതാ ബാനർജി സ്വാഭാവികമായി പുറത്തു പോകും. ഇപ്പോൾ തോറ്റ സ്ഥാനാർത്ഥി കൂടിയാണ് മമതാ ബാനർജി. തോറ്റ ഒരാളിന് മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയില്ല, പരമാവധി 6 മാസം. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഇപ്പോൾ ചിന്തിക്കുകയേ വേണ്ട. ആ രീതിയിലാണ് പശ്ചിമ ബംഗാളിലെ കാര്യങ്ങൾ. അങ്ങനെ ഒരു രാജി സമർപ്പിക്കേണ്ടത് ജനാധിപത്യത്തിന്റെ കീഴ്വഴക്കവും മര്യാദയുമാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. രാജിവെച്ചില്ലെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചുക്ക് സംഭവിക്കില്ല. മെയ് 9-ാം തീയതി BJP അധികാരത്തിലേറും. BJP-യെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര വിജയമാണ്. മാത്രമല്ല, വളരെ കാലം കൊണ്ട് BJP ആഗ്രഹിച്ചിരുന്ന വിജയം, അമിത്ഷായും മോദിയും ആഗ്രഹിച്ചിരുന്ന വിജയം. കാരണം ലോകസഭയിലും രാജ്യസഭയിലും BJP-യുടെ ശരിയായ എതിരാളികളിൽ മമതയും ഉണ്ടായിരുന്നു. മമതയുടെ തോൽവി അവർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയം. 35ഓളം വർഷത്തെ 3.5 പതിറ്റാണ്ടത്തെ ഇടതു ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് 2011-ൽ തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ പശ്ചിമ ബംഗാളിൽ അധികാരം പിടിക്കുന്നത്. 15 വർഷത്തിന് ശേഷം ഇവിടെ 2026-ൽ എങ്ങനെയാണോ 2011-ൽ ഇടതുപക്ഷ സർക്കാർ പുറത്തു പോകേണ്ടി വന്നത്, അതേ രീതിയിൽ ഈ 15 വർഷത്തിന് ശേഷം TMCക്ക്, തൃണമൂൽ കോൺഗ്രസിന്, മമതാ ബാനർജിക്ക് പുറത്താകേണ്ടി വന്നു. അധികാരവും ധാർഷ്ട്യവും തലയ്ക്ക് പിടിച്ച ഭരണത്തെ ജനങ്ങൾ തൂത്തെറിയുകയായിരുന്നു. SIR ഒക്കെ അതിനൊരു കാരണമായി എന്ന് മാത്രം. ഭരണവിരുദ്ധ വികാരവും ക്രമസമാധാന പാലനത്തിലെ വീഴ്ചയും നിരന്നുള്ള തൃണമൂൽ കോൺഗ്രസിലെ ആക്രമവും ഒക്കെയാണ് ഇപ്പോൾ തൃണമൂലിന് വിനയായത്. 2011-ൽ ഇടതുപക്ഷത്തിന് വിനയായതും അത് തന്നെയായിരുന്നു. 2011-ൽ CPM-ൽ നിന്ന് ഹിന്ദു മുസ്ലിം വോട്ടുകൾ വഴുതിമാറി, അത് തൃണമൂലിലേക്ക് പോയി. അങ്ങനെയാണ് അന്ന് തൃണമൂലിന്റെ വൻ വിജയമുണ്ടായത്. എന്നാൽ ഇപ്പോൾ ഹിന്ദു വോട്ടുകൾ BJP സ്വരൂപിക്കുകയും മുസ്ലിം വോട്ടുകൾ തൃണമൂലിലേക്ക് പോവുകയും ചെയ്തു. മാത്രമല്ല, SIR മൂലം പശ്ചിമ ബംഗാളിൽ ഒഴിവാക്കപ്പെട്ടത് ഏകദേശം 90 ലക്ഷത്തിൽ കൂടുതൽ വോട്ടർമാരെയാണ്. അവർ ബംഗ്ലാദേശികളാണ്, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി കുടിയേറിയവരാണ് എന്നാണ് BJP-യുടെ വാദം. എന്തായാലും SIR മൂലം ഒഴിവാക്കപ്പെട്ട വോട്ടർമാരുടെ എണ്ണം BJP-ക്ക് വിജയത്തിനുള്ള വലിയൊരു വഴികാട്ടിയായി. ക്രമസമാധാനത്തിലുള്ള തകർച്ച TMCക്ക് തിരിച്ചടിയുമായി. പശ്ചിമ ബംഗാളിൽ ബംഗള ദേശീയതയെ, അല്ലെങ്കിൽ സംസ്ഥാന വികാരത്തെ ആളിക്കത്തിച്ച് ഭരണം നിലനിർത്താൻ TMC ശ്രമിച്ചപ്പോൾ ഹിന്ദു ദേശീയതയും അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരവും ഒന്നിച്ച് BJP-ക്ക് വഴികാട്ടിയായി വിജയത്തിന്റെ. ഇതിനെല്ലാം മുന്നിൽ നിന്നത് അമിത്ഷായുടെ വിശ്വസ്തനായ സുവേന്ദു അധികാരിയാണ്. സുവേന്ദു അധികാരി മുൻപ് മമതയുടെ വിശ്വസ്തനായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് കെട്ടിപ്പടുത്തതിൽ പ്രമുഖരായ ഒരാൾ.
പിന്നീട് മമതയുമായി തെറ്റിപ്പിരിഞ്ഞ് ബി ജെ പിയിലേക്ക് ചേക്കേറുകയായിരുന്നു. ബി ജെ പിയിലെത്തിയതിനു ശേഷം സുവേന്ദു അധികാരി മത്സരിക്കുന്ന നന്ദിഗ്രാമിൽ ചെന്ന് മമത ഇലക്ഷന് സുവേന്ദുവിനോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടു. ഇത്തവണ മമതയുടെ ഭവാനിപ്പൂരിൽ ചെന്ന സുവേന്ദു അധികാരി മമതയെ എണ്ണം പറഞ്ഞു തോൽപ്പിച്ചു. മമത ഇപ്പോൾ നിയമസഭയിൽ പോലും ഇല്ലാത്ത അവസ്ഥയായി. സുവേന്ദു അധികാരി അധികാരത്തിലേക്ക്, മുഖ്യമന്ത്രി പദത്തിലേക്ക്. ഹിന്ദു ദേശീയതയും ഭരണവിരുദ്ധ വികാരവും ബംഗ്ലാദേശികളുടെ കടന്നുകയറ്റത്തോടുള്ള എതിർപ്പും ഇത്തവണ ബി ജെ പിക്ക് വോട്ടായി മാറിയെങ്കിൽ ഇനി ബംഗ്ലാദേശ് വികാരം കൂടി ഉയർത്തിപ്പിടിക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനമായ മെയ് 9 അധികാരമേറ്റെടുക്കാൻ ബി ജെ പി തീരുമാനിച്ചത്. ഇപ്പോൾ ബി ജെ പിക്ക് സീറ്റ് 207 ഒരു റീപോളിംഗിൽ രാജർഘട്ട് ന്യൂ ടൗൺ മണ്ഡലത്തിൽ ബി ജെ പി വിജയിച്ചു. എന്നാൽ അധികാരം ഒഴിയില്ല എന്നുള്ള മമതയുടെ വാശി ഈ പ്രത്യേക സാഹചര്യം കണക്കാക്കി പശ്ചിമ ബംഗാളിന്റെ പ്രത്യേക മേൽനോട്ടം ഏൽപ്പിച്ചിരിക്കുന്നത് മറ്റാരെയുമല്ല, അമിത്ഷായെയാണ്. അപ്പോൾ തന്നെ കേന്ദ്രസേന സെക്രട്ടേറിയറ്റ് വളഞ്ഞു കഴിഞ്ഞു. യാതൊരു റെക്കോർഡുകളും പുറത്തേക്ക്, ഫയലുകളും പുറത്തേക്ക് കൊണ്ടുപോകാതിരിക്കുന്നതിന് അമിത്ഷാ നേരിട്ട് പശ്ചിമ ബംഗാളിലേക്ക് എത്തുന്നു. കളി ഇനി കണ്ടറിയാനേ ഉള്ളൂ. പശ്ചിമ ബംഗാളിൽ പരസ്പരം ഏറ്റുമുട്ടലുകൾ തുടരുകയാണ്. തൃണമൂലിന്റെ ആക്രമണത്തിന് മറുപടിയായി ബി ജെ പിയുടെ പ്രത്യാക്രമണങ്ങൾ. എന്നാൽ ആക്രമണങ്ങൾ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തള്ളിക്കളയുന്നുണ്ട്. നേതൃത്വങ്ങൾ ആക്രമണങ്ങളെ അംഗീകരിക്കുന്നില്ല. ആക്രമണത്തിന് എതിരായാണ് തങ്ങൾ വോട്ട് പിടിച്ചത് എന്നുള്ള പ്രഖ്യാപനത്തോടുകൂടി ആക്രമണങ്ങളെ ബി ജെ പി നേതൃത്വം തള്ളിക്കളയുന്നു. എന്തായാലും ഈ സവിശേഷ സാഹചര്യത്തിൽ ക്രമസമാധാന ചുമതല ഉൾപ്പെടെയുള്ള പശ്ചിമ ബംഗാളിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അമിത്ഷാ എത്തുന്നതോടുകൂടി കാര്യങ്ങൾ മാറിമറിയും. സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പശ്ചിമ ബംഗാൾ എത്തിച്ചേരും. സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. ബാക്കി കളികൾ കാത്തിരുന്ന് കാണാം. ഒപ്പം ബീഹാറിൽ ബി ജെ പിയുടെ ഭരണം എത്തിക്കഴിഞ്ഞു. മന്ത്രിസഭാ വികസനത്തിന് നാളെ നരേന്ദ്രമോദി ബീഹാറിലേക്ക് എത്തുകയാണ്. രാജ്യം ഉറ്റുനോക്കുന്ന മാറ്റങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.